പട്ടത്തെ ആ PMC സ്കൂളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. മുൻപ് ഈ സ്കൂളിന്റെ പേര് കേന്ദ്രീയ വിദ്യാലയം പട്ടം എന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ ബോർഡ് ശ്രദ്ധിച്ചാൽ കൃത്യമായി അറിയാം, PMC കേന്ദ്രീയ വിദ്യാലയം പട്ടം എന്നാക്കി കഴിഞ്ഞു. ഈ ബോർഡ് മാത്രമല്ല, നിരവധി മാറ്റങ്ങൾ സ്കൂളിനുണ്ട്. അതിലേക്കാണ് ഇനി. അങ്ങനെ ഇനി സ്കൂളിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണ്. ഇതാണ് സ്കൂളിന്റെ പ്രധാന അങ്കണം. ഇപ്പോൾ നമ്മുടെ സ്കൂളിന്റെ മാറ്റങ്ങളെല്ലാം വിശദീകരിക്കാൻ പ്രിൻസിപ്പൽ തമ്പി സാർ ചേരുന്നുണ്ട്. സാർ നമസ്കാരം, ഉമേഷാണ്. ഈ ഒരു PMC പട്ടം കേന്ദ്രീയ വിദ്യാലയമായി മാറിക്കഴിഞ്ഞു. നമ്മൾ ഈ ഒരു PMC സ്കൂളായി മാറുന്ന എന്ന് മുതലാണ്? നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. നമുക്ക് ഈ ആദ്യം കളർ വാഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്രീനറി കൂടിയിട്ടുണ്ട്. ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പഠിപ്പിക്കാനായിട്ട്. 50 ക്ലാസ് മുറികളുണ്ട്. 50 ക്ലാസ് മുറികളിലും ഇൻറ്ററാക്റ്റീവ് പാനൽസ് തന്നിട്ടുണ്ട്. ടൂർ കൊണ്ടുപോകാനായിട്ട്. നേരത്തെ കുട്ടികൾ പോയി കാശ് ചെലവാക്കണമായിരുന്നു. ഇപ്പോൾ അത് ഈ PMCയുടെ ഫണ്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഗ്രീനറി ഡെവലപ്മെൻ്റ് ആണ് അത് വേറെ ഒന്ന്. അതുപോലെ സോളാർ പാനൽ വയ്ക്കുക, സോളാർ LED ലൈറ്റ് പാനൽ കൊണ്ടുവച്ച് ഊർജ്ജ സമൃദ്ധ വർദ്ധിപ്പിക്കുക. അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് PMC സ്കീമിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. PMC സ്കീം എന്ന് പറയുന്നത് നമ്മുടെ NEP 2020 വന്നതിന് ശേഷം ക്ലാസ് 6 to 8 നമ്മൾ പ്രീ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ PMC ഫണ്ട് ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, വൊക്കേഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞ പോലെ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്, പിന്നെ അതുപോലെ തന്നെ കാർപ്പൻട്രി, പിന്നെ ക്ലേ മോഡലിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ, റിസോഴ്സ് പേഴ്സൺസിനെ വിളിച്ചിട്ട് നമ്മൾ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ലൈക്ക് along with teaching only we practice all this. ഞാനിപ്പോൾ നിൽക്കുന്നത് PMC പട്ടം സ്കൂളിലെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ലാബിലാണ്. ആധുനികമായ എല്ലാ ടൂൾ സംവിധാനങ്ങളും എല്ലാം ഇവിടെയുണ്ട്. അതെല്ലാം വെച്ച് കുട്ടികൾ ചില കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമ്മുടെ സ്കൂളിൽ നടന്ന കാർപ്പൻട്രി വർക്കിൽ ചെയ്യിപ്പിച്ച ഒരു ഡോറാണ്. ഒരു ബോർഡിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്, ഡോർ ഹൗ ടു മേക്ക് എ ഡോർ ആയിരുന്നു തീം. PMC വന്നതിന് ശേഷം കൂടുതൽ പഠിക്കാനുള്ള സമയം കൂടിയോ അതോ കൂടുതൽ വർക്ക് ചെയ്യാനുള്ള സമയമാണ്? എനിക്ക് തോന്നുന്നു നമ്മുടെ പഠിത്തം നമ്മുടെ ക്ലാസ് മുറിയിൽ ഒതുങ്ങി ഒരു പുസ്തകം നോക്കി ഒരു സർട്ടിഫിക്കറ്റ് അക്വയർ ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാമിന് അപ്പുറത്തോട്ട് ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ഉപയോഗം വരുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് തിയറിന്ന് അപ്പുറത്തോട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ വലിയ വലിയ കമ്പനീസ് എടുത്ത് നോക്കിയാലും അവർ സ്കിൽ എഡ്യൂക്കേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും എക്യുപ്മെന്റ്സ് ഈ ഒരു യങ് ഏജിൽ തന്നെ നമുക്ക് കിട്ടുമ്പോൾ അതിനൊരു വളരെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ട്. അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ PMCയുടെ ഭാഗമായി തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വെൽനസ് സെന്റർ ആണ്. വെൽനസ് സെന്റർ അത്യാവശ്യം നല്ല കളർഫുൾ ആണ്. എന്തായാലും അതിന്റെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ നമുക്ക് അധ്യാപകരോട് തന്നെ ചോദിക്കാം. സോ ഈ റൂം സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ നീഡഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സോ നമുക്കിവിടെ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള കുറച്ച് കേസസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫുൾ ടൈം അവർ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ അവർക്കൊന്ന് ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് സിറ്റിംഗ് ടോളറൻസ് ഒന്ന് കുറയുമ്പോൾ അവർക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെയാണ് ഈ ഒരു റൂം. ഒരുപാട് PMC ഫണ്ട് വഴി നമുക്ക് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. സെൻസറി മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ ടീച്ചിങ് എയ്ഡ്സ് ഉണ്ട്. അതിൽ നമുക്ക് കൂടുതൽ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നതെല്ലാം സെൻസറി റിലേറ്റഡും ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വുഡൻ പസിൽസ്, ഫ്ലാഷ് കാർഡ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയത്. ഈ ഇരിക്കുന്നതെല്ലാം ഓൾമോസ്റ്റ് കുറേയൊക്കെ കുട്ടികൾ ഉണ്ടാക്കിയത് തന്നെയാണ്. ഞാൻ കണ്ടത് കുട്ടികൾക്ക് ഒത്തിരി ഫണ്ട്സ് അലോട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അത് വെച്ച് നമുക്ക് കുട്ടികളെ എൻഗേജ് ദം ഇൻ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ് ഇസ് എൻഷുർഡ്. ഇപ്പം മാജിക് സ്ലേറ്റ് ഉണ്ട്. ഇപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് എല്ലാ ക്ലാസ് റൂമുകളും. അപ്പോൾ കുട്ടികൾക്ക് എല്ലാം കണ്ടും അറിഞ്ഞും മനസ്സിലാക്കി പഠിക്കാനുള്ള സൗകര്യങ്ങൾ. അത് തന്നെയുമല്ല, ഈ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഫീൽഡ് ട്രിപ്പുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും തന്നെ നമ്മൾ അവർക്ക് ലൈക്ക് ജോയ്ഫുൾ, സ്ട്രെസ് ഫ്രീ, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ത്രൂ പഠിക്കുമ്പോൾ അവർ ഫ്യൂച്ചറിലാകുമ്പോഴത്തേക്കും ദേ വിൽ ബി കോൺഫിഡൻറ്റ്, റെസ്പോൺസിബിൾ ആൻഡ് ബാലൻസ്ഡ് സിറ്റിസൺസ് ഹു ക്യാൻ ടേക്ക് അവർ കൺട്രി ടു എ ബെറ്റർ ഹൈറ്റ്സ്. വളരെ ദൂരെയുള്ള ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞിപ്പൂ. ഞാൻ ഒരു ഓറഞ്ച് ഫ്ലോറാണ് കണ്ടത്. അതൊരു 2-3 ഉണ്ടായിരുന്നു. നീ വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഒരു ലീഫായിരുന്നു കണ്ടത്, കുറേ ലീഫ്. വൊക്കേഷണൽ ലാബാണിത്. വൊക്കേഷണൽ ലാബ് ഇത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇപ്പം നമ്മുടെ കംപ്ലീഷനിൽ വരികയാണ്. ഇതിപ്പം 3 ആഴ്ചക്കുള്ളിൽ അത് കംപ്ലീറ്റ് ആയി. നമ്മൾ കുറേ PMC ഫണ്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള എല്ലാ അപ്പാരറ്റസുകളും ഇതിലായിരിക്കും നമ്മൾ വെക്കുന്നത്. പിന്നെ റെക്കറിംഗ് ഫണ്ടിൽ വരുന്നതാണ് കുട്ടികളുടെ എക്സാമിന് വേണ്ടിയുള്ള ഐറ്റംസ്. എക്സ്പോഷർ വിസിറ്റുകൾ ഉണ്ടായിരിക്കും. അതായത് കുട്ടികൾക്ക് അവർ പഠിക്കുന്ന സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വലിയ വലിയ ലാബുകളിൽ നമ്മൾ ബസ് ജമ്മ് വഴി പ്രൊക്യൂർ ചെയ്ത് നമ്മൾ കുട്ടികളെ അവർ എക്സ്പോഷർ വിസിറ്റിന് കൊണ്ടുപോകുന്നു. കേന്ദ്രീയ വിദ്യാലയ പട്ടം
PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ പട്ടം എന്ന രീതിയിൽ മാറിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് നമ്മൾ ഈ കണ്ടത്. എന്തായാലും PM ശ്രീ പദ്ധതി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. ഈ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നേരത്തെ തന്നെ ദേശീയ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കിയതാണ്. അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതോടുകൂടി ഈ സ്കൂളുകൾക്ക് വരാനും പോകുന്നില്ല.